നമ്മളെ ജില്ലാ പ്രസിഡന്റ് ശ്രീ കാനിങ്കോട്ട് ഹരിദാസൻ, നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ടി പി ഉണ്ണിക്കുട്ടി, നമ്മുടെ അഖിലേന്ത്യാ കോർഡിനേഷൻ പ്രസിഡന്റ് ശ്രീ ധർമ്മജൻ, നമ്മുടെ ഭാസ്കരൻ നായർ, മുഹമ്മദ് അലി, നമ്മുടെ കെ സി വിജയൻ, ഇങ്ങനെയുള്ള ആളുകളാണ് ഇവിടെ ഇരിക്കുന്നത്. നമ്മുടെ ജില്ലാ സമ്മേളനം സാധാരണ എല്ലാ വർഷവും നടത്തുന്ന സമ്മേളനം നടത്തുന്നതാണ്. ഈ പ്രാവശ്യം ഒരു പ്രത്യേകത വെച്ചാൽ അതിൻ്റെ ഈ പ്രൊവിഡന്റ് ഫണ്ട് പെൻഷനേഴ്സ് അസോസിയേഷൻ്റെ സംഘടന രൂപം കൊണ്ടത് ഈ മാവൂർ വെച്ചിട്ടാണ്. അതുകൊണ്ട് മാവൂർ വെച്ച് ആക്കാം എന്നുള്ളതിനെ പറ്റി അഭിപ്രായം പറഞ്ഞപ്പോൾ അതിനെല്ലാവരും അനുകൂലിച്ച് അങ്ങനെ ആണ് ഈ പ്രാവശ്യത്തെ 18ാമത് സമ്മേളനമാണെന്ന് ഇപ്പോൾ നമ്മൾ ഈ വരുന്ന ഞായറാഴ്ച ജൂൺ 30 നടത്താൻ പോകുന്നത്. അതിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 10-25 വർഷമായി നമ്മൾ ഈ സംഘടന രൂപം കൊണ്ടിട്ട് കാര്യമായിട്ടുള്ള ബെനിഫിറ്റുകളൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ വളരെ തുച്ഛമായിട്ടുള്ള ഒരു പെൻഷനാണ് കിട്ടുന്നത്, അതിന് DA കിട്ടുന്നില്ല. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ഈ PO നേരത്തെ ഉണ്ടായിരുന്ന പല ആനുകൂല്യം വെട്ടിക്കുറച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. അതിന് ഞങ്ങൾ സമരങ്ങളൊക്കെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ പല വിധത്തിലുള്ള സമരങ്ങൾ ഡൽഹിയിൽ പാർലമെൻറ്റ് മുമ്പിൽ നടത്തിയിട്ടുണ്ട്. നമുക്ക് ഇവിടുത്തെ ഹൈക്കോടതിയും സുപ്രീം കോടതിയൊക്കെ അനുകൂലമായ വിധി ഉണ്ടായിട്ടുണ്ടെങ്കിലും കൂടി ആ വിധിയൊന്നും നടപ്പിലാക്കാൻ POൻ്റെ ഉദ്യോഗസ്ഥന്മാർ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് വിഷമം. അതുകൊണ്ട് നമ്മൾ പിന്നെ വീണ്ടും നമ്മളെ ഇപ്പോൾ അടുത്ത് തന്നെ നമ്മൾ അടുത്ത മാസം ആഗസ്റ്റിൽ തന്നെ സംസ്ഥാന സമ്മേളനം നടക്കാൻ പോവുകയാണ്. അത് കണ്ണൂർ വെച്ചിട്ടാണ്. നമ്മൾ വലിയൊരു സമരമുറ ആവിഷ്കരിച്ചിരിക്കുന്നത്. അതിനെ സംബന്ധിച്ചുള്ള സംസ്ഥാന നേതാക്കളും അഖിലേന്ത്യാ നേതാക്കളും സംസാരിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം മിനിമം പെൻഷൻ 9,000 രൂപ ആക്കണം. അതിൻ്റെ DAയും അനുവദിച്ച് കിട്ടണം. അതുപോലെ തന്നെ EPF നിയമം പുനഃപരിഷ്കരിക്കണം. അതുപോലെ തന്നെ ചികിത്സാ സൗകര്യങ്ങൾ കിട്ടണം. വാർദ്ധക്യ നിഷേധിക്കപ്പെട്ടുള്ള വാർദ്ധക്യ തീവണ്ടി യാത്രാ സൗജന്യം പുനഃസ്ഥാപിക്കണം. ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ നമ്മളെ വലിയ ഡിമാൻഡായിട്ട് വെച്ചിരിക്കുകയാണ്. ആ കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഞങ്ങൾ വലിയൊരു സമരമുറ ഡൽഹിയിൽ നടത്താൻ ഉദ്ദേശിച്ചിരിക്കുകയാണ്. അത് അടുത്ത ആഗസ്റ്റ് മാസം നടക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സംസ്ഥാന സമ്മേളനത്തോടു കൂടി അതിൻ്റെ പരിപാടികളെല്ലാം ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അതിൻ്റെ കൂടുതൽ വിശദീകരണത്തിലേക്ക് നമ്മുടെ അഖിലേന്ത്യാ പ്രസിഡൻറ്റും അതുപോലെ തന്നെ സംസ്ഥാന പ്രസിഡൻറ്റും പറയുന്നതായിരിക്കും. നിങ്ങളുടെ നമ്മൾ സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭാഗമായി കേരളത്തിലെ ഒട്ടുമിക്ക ജില്ലകളിലും ജില്ലാ സമ്മേളനം പൂർത്തീകരിച്ച ശേഷം കണ്ണൂരിൽ നമ്മൾ സംസ്ഥാന സമ്മേളനം ചെയ്യുക 18ാമത് സംസ്ഥാന സമ്മേളനമാണ്. അത് നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ സംഘടനയ്ക്ക് രൂപം നൽകിയത് മാവൂരിന് പവിത്രേട്ടനാണ്. ഈ ജില്ലാ സമ്മേളനത്തിൻ്റെ കേരളത്തിലെ ജില്ലാ സമ്മേളനത്തിൻ്റെ തുടക്കം കുറിച്ചുകൊണ്ട് മാവൂരിൽ നിന്ന് ആരംഭിക്കുകയാണ്. ഇത് പറയുമ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. കഴിഞ്ഞ 10 കൊല്ലമായി കേന്ദ്ര സർക്കാർ ഈ പെൻഷൻകാരോടൊരു വിരോധ ഭാവേന ഉള്ള പ്രതികാര നടപടി സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അത് പറയാൻ കാരണം 2-3 കമ്മീഷൻ റിപ്പോർട്ട് വന്നിട്ടും അതൊന്നും നടപ്പാക്കാൻ ഇവർ തയ്യാറായില്ല. കോഷിയാരി കമ്മീഷൻ റിപ്പോർട്ട്, അതിൽ ജാവദേക്കറാണ് അന്നത്തെ പ്രതിപക്ഷ രാജ്യസഭയിലെ നേതാവ് എന്ന നിലയ്ക്ക് അതിൽ രേഖപ്പെടുത്തിയ 3000 രൂപയും DAയും തരണം, ഗവൺമെൻറ് വീതം തൊഴിലാളി വീതത്തോട് തുല്യമായി 8.13% പിടിക്കണം എന്നാണ് അദ്ദേഹം നിർദ്ദേശിച്ചത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ് വന്നപ്പോൾ ആ കാര്യമൊക്കെ മറന്നുപോയ സ്ഥിതിയിലാണ്. ആ കോഷിയാരി കമ്മീഷൻ റിപ്പോർട്ടോട് കൂടി തന്നെയാണ് നമ്മൾ ഞങ്ങളെ 10ാം സംസ്ഥാന സമ്മേളനത്തിൽ ഓക്സർ ഫെർണാണ്ടസ് കാസർഗോഡ് വെച്ച് ഉദ്ഘാടനം ചെയ്ത സമയത്ത് ഞങ്ങൾ ഇതിൻ്റെ ദയനീയ അവസ്ഥ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ എക്സ്പേർട്ട് കമ്മിറ്റി ഉണ്ടാക്കുകയും ആ എക്സ്പേർട്ട് കമ്മിറ്റിയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ
ആ റിപ്പോർട്ടിൽ പറഞ്ഞ 1000 ഉറുപ്പ്യ മിനിമം ആക്കണം. അതിന് മുമ്പേ 76 ആൾക്ക് 1 ഉറുപ്പ്യ പെൻഷനായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ഫിക്സേഷൻ നടന്നു എന്ന് മാത്രമാണ് അതിൽ നടന്നത്. പക്ഷേ ഈ 1000 ഉറുപ്പ്യ ആക്കിയിട്ടും 23 ലക്ഷം ആളുകൾക്ക് ശരാശരി 802 ഉറുപ്പ്യാണ് കിട്ടുന്നത്. അത് പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് അതിന് കുറയ്ക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ മൊത്തം 27 ലക്ഷം ആളുകൾക്ക് ഇതിൻ്റെ പ്രയോജനം ലഭിച്ചു എന്നത് ഒരു ചെറിയ കാര്യമായി നമ്മൾ കാണുന്നില്ല. അതിനു വേണ്ടി തുടക്കം കുറിച്ചതും ഗവൺമെൻറ് ലെവലിൽ നടപടി നീക്കിയതും നമ്മുടെ കേരളത്തിലുള്ള റോഡ് ഫണ്ട് പെൻഷൻ അസോസിയേഷനാണ് എന്നതിനെ സംബന്ധിച്ച് നമുക്ക് അഭിമാനമുണ്ട്. എന്നിരുന്നാലും അതുകൊണ്ടൊന്നും നമുക്ക് ജീവിക്കാൻ കഴിയുന്നൊരു സാഹചര്യമില്ല. അതിലേക്ക് നമുക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മിനിമം സാലറി 18,000 ഉറുപ്പ്യയാണ്. ആ മിനിമം സാലറീൻ്റെ 50% എന്നുള്ള നിലയ്ക്ക് 9,000 ഉറുപ്പ്യ നമുക്ക് മിനിമം പെൻഷന് അനുവദിച്ചു തരണം എന്നാണ് ഞങ്ങളുടെ പ്രധാന ഡിമാൻഡ്. അതോടൊപ്പം തന്നെ ഒരു ചെറിയ വർധനവ് 2,000 വരെ നമുക്ക് ഈ ഇതിൽ കിട്ടിയിരുന്നു. 17% ഒരു ഇൻസെൻറ്റീവ് എന്നുള്ള രീതിയിൽ കിട്ടിയിരുന്നു. 2000-ന് ശേഷം അത് നിർത്തലാക്കി അത് DA ആക്കി മർജ് ചെയ്ത് നമുക്ക് ഈ നിത്യോപയോഗ സാധന വിലക്കയറ്റത്തിനനുസരിച്ച് നമുക്ക് ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിന് വേണ്ടി നമുക്ക് DA ഏർപ്പെടുത്തി കിട്ടണം. അതുപോലെ തന്നെ നമുക്ക് സൗജന്യ ചികിത്സ ലഭിക്കണം. 60, 70, 80, 85 വയസ്സായിട്ടുള്ള ആളുകളാണ്. നമ്മളെ ഈ ജില്ലാ ട്രഷറർ 85 വയസ്സ് കഴിഞ്ഞ ആളാണ്. ആ രീതിയിൽ പലരും ഈ സംഘടനയിൽ പ്രായാധിക്യമുള്ള ആളുകളുണ്ട്. അവർക്കൊക്കെ ട്രീറ്റ്മെൻറ്റ് കിട്ടേണ്ടത് ഈ രാജ്യത്തിലെ ഭരണാധികാരികളുടെ ചുമതലയാണ്. ഇപ്പോൾ നമുക്കറിയാം ഫിൻലൻഡിലൊക്കെ ഈ 60 വയസ്സ് ചെന്ന ആളുകളെ ആഘോഷമായി ഗവൺമെൻറ് സ്വീകരിച്ച് അവർക്ക് വേണ്ട എല്ലാ സൗകര്യം ചെയ്തു കൊടുക്കുമ്പോൾ ഇവിടെ പാർലമെൻറ്റിൽ ഹേമാമാലിനി പറഞ്ഞ 60 വയസ്സ് കഴിഞ്ഞ ആളുകളെ മരണത്തിലേക്ക് മരണം അനുവദിക്കണം, വാർദ്ധക്യ സഹജമായ ആളുകൾക്ക് ജീവിക്കാനുള്ള പ്രയാസം കണക്കിലെടുത്ത് അവരെ മരിക്കാൻ അനുവദിക്കണം എന്നിവരെ ഉള്ള അഭിപ്രായം ഇന്ത്യൻ പാർലമെൻറ്റിലുണ്ടായി. ആ രീതിയിൽ നിൽക്കുന്ന സമയത്താണ് നമ്മുടെ ഈ സമ്മേളനമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. എല്ലാ ജില്ലാ സമ്മേളനത്തിന് ശേഷം നമ്മൾ സ്റ്റേറ്റ് സമ്മേളനം നടക്കും. ആ സ്റ്റേറ്റ് സമ്മേളനത്തിൽ ഈ ഗവൺമെൻറ്റിനെതിരായുള്ള ശക്തമായുള്ള പ്രക്ഷോഭ പരിപാടികൾ രൂപം നൽകിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. നമുക്ക് ജീവിക്കണ്ടേ? ജീവിക്കാൻ ഉതകുന്നൊരു പെൻഷനും മറ്റാനുകൂല്യങ്ങളും കിട്ടരുത്. നമ്മൾ സംസ്ഥാന ഗവൺമെൻറ് സമ്മർദ്ദം ചെലുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കൊരു ക്ഷേമ പെൻഷൻ കിട്ടി, അങ്ങോട്ട് അടയ്ക്കുന്നില്ല. നമ്മൾ ജീവിതത്തിൽ പണിയെടുത്ത് 58 കൊല്ലം പണിയെടുത്തതിൻ്റെ 8.33% അങ്ങോട്ട് പിടിച്ചിട്ടാണ് ഈ പെൻഷൻ കിട്ടുന്നത്. ഗവൺമെൻറ് വീതം 1.16 മാത്രമാണുള്ളത്. പക്ഷേ ഈ സംഖ്യ ഗവൺമെൻറ് പലിശ ഇനത്തിൽ 51,537 ഉറുപ്പ്യ ഗവൺമെൻറ്റിന് കിട്ടുന്നുണ്ട്. അതിന്ന് 77 ലക്ഷം ആളുകൾക്ക് അവർ കൊടുക്കുന്നത് ഒരു വർഷത്തിലുള്ള പെൻഷൻ കൊടുക്കുന്നത് 17,444 ഉറുപ്പ്യ. അപ്പോൾ 28 കോടി, മറ്റേതും കോടിയാണ്, 51 കോടി ശിഷ്ടാണ് പറഞ്ഞത്. അതേമാതിരി ഈ 14,444 കോടി ഉറുപ്പ്യ മാത്രമാണ് പെൻഷനായിട്ട് വിതരണം ചെയ്യുന്നത്. ആ പെൻഷൻ വിതരണം കേവലം 28% മാത്രമാണ്. അവരെ ലാഭത്തിൻ്റെ ഇൻട്രസ്റ്റിൻ്റെ 28% മാത്രമാണ് കൂടി. ആ അതിന്ന് നമുക്ക് ആ ഇൻട്രസ്റ്റ് നമുക്ക് പെൻഷനായി വർദ്ധിപ്പിച്ച് കിട്ടേണ്ട സാഹചര്യമുണ്ട്. അത് ഉപയോഗിക്കുന്നില്ല. അതേപോലെ ഒരു 65,000 കോടി ഉറുപ്പിക അൺക്ലെയിംഡ് ഫണ്ടായിട്ട് കിടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു 50% ഞങ്ങൾ പെൻഷൻ ഫണ്ടിലേക്ക് മാറ്റണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതൊന്നും ചെയ്യാതെ ഗവൺമെൻറ് വീണ്ടും കോശിയാരി കമ്മിറ്റിക്ക് ശേഷം ഹൈ എംപ്ലോയ്ഡ് കമ്മിറ്റി എന്ന് പറഞ്ഞ അനുരാധ കമ്മീഷൻ റിപ്പോർട്ട് വന്നു. അത് 3,000 കൊടുക്കുന്നത് 2,000 ആക്കി ചുരുക്കി.
ആ 2000 ആക്കി ചുരുക്കിയിട്ട് 2018 ഏപ്രിൽ 1 ഏപ്രിൽ 5 പിന്നെ നമ്മുടെ തൊഴിൽകാര്യ മന്ത്രിയുടെ ചേംബറിൽ ചർച്ച നടന്നു. ശ്രീ ധർമ്മേൻ ഉൾപ്പെടെ നമ്മുടെ MK രാഘവൻ ഉൾപ്പെടെ 11 MP-മാർ മഹാരാഷ്ട്ര, പിന്നെ തമിഴ്നാട്, കേരള തുടങ്ങിയിട്ടുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് 11 MP-മാർ പങ്കെടുക്കുകയും അടിയന്തരമായി നടപ്പിലാക്കണം, അത് നടപ്പിലാക്കുമ്പോൾ 3000 ഉറുപ്പിയെങ്കിലും കൊടുക്കണം എന്ന് മന്ത്രിയോട് നിർദ്ദേശിക്കുകയുണ്ട്. മന്ത്രി പറഞ്ഞു 2000 കൊടുക്കാനുള്ള സാഹചര്യമുണ്ട്, അത് ധനകാര്യമന്ത്രിക്ക് ഞങ്ങൾ എഴുതിയിട്ടുണ്ട് എന്നുള്ളൂ. പക്ഷേ 2018 കഴിഞ്ഞ് 2024 ആ പിന്നെ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കിയേ ധനകാര്യമന്ത്രി അത് അംഗീകരിക്കുകയോ ചെയ്തിട്ടില്ലാത്ത ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ ഉതകുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാൻ ഞങ്ങളുടെ പ്രക്ഷോഭ പരിപാടിയുമായി മുന്നോട്ട് പോകുമ്പോൾ ഈ രാജ്യത്തെ പത്രമാധ്യമങ്ങളും അതുപോലെ തന്നെ നമ്മുടെ പിന്നെ ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടികളും കേന്ദ്ര ട്രേഡ് യൂണിയൻ സംഘടനകളും ഒക്കെ പരിപൂർണമായി ഞങ്ങൾ സഹായിക്കണം എന്നാണ് ഞങ്ങൾക്ക് ഈ തരുണത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്. അതെ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ 10ാം സംസ്ഥാന സമ്മേളനം കാസർഗോഡ് വെച്ച് നടന്നപ്പോൾ അത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി അന്നത്തെ കേന്ദ്ര തൊഴിൽകാര്യ വകുപ്പ് മന്ത്രി ഓസ്കാർ ഫെർണാണ്ടസിനെ ക്ഷണിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹത്തോട് ഞങ്ങൾ പറഞ്ഞു, സാർ നേരത്തെ ഒന്ന് വരാമെന്ന് പറഞ്ഞു. നേരത്തെ അദ്ദേഹത്തെ ഞങ്ങൾ ഗസ്റ്റ് ഹൗസിൽ വെച്ച് കണ്ട് സംസാരിച്ചു. ദയനീയാവസ്ഥ, നേരത്തെ പറഞ്ഞു ₹1 പെൻഷൻ വാങ്ങുന്നവരുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കാസർഗോഡ് ജില്ലയിലെ ലീല എന്ന് പറയുന്ന സ്ത്രീയുടെ പെൻഷൻ പേപ്പർ കാണിച്ചു. അയാൾക്ക് ₹18 പെൻഷൻ. അപ്പോൾ ഈ പേപ്പർ കാണിച്ചു കൊടുത്തു. അയാൾ വായിച്ചു നോക്കിയതിന് ശേഷം ദിസ് ഈസ് 1 മന്ത് പെൻഷൻ ഓർ 1 ഡേ പെൻഷൻ, ഇത് ഒരു മാസത്തെ പെൻഷനാണോ ഒരു ദിവസത്തെ പെൻഷനാണെന്നാണ് ചോദിക്കുന്നത് ആര് മന്ത്രി. അപ്പോൾ ഞങ്ങൾ ദിസ് 1 മന്ത് പെൻഷൻ. അപ്പോൾ അയാൾ പറഞ്ഞു ഈ പെൻഷൻ പേപ്പർ റെക്കോർഡ് ചെയ്യാൻ പൈസ കൊടുക്കാനും ₹225 സർക്കാരിന് ചിലവാകും, ഇന്ന് കിട്ടുന്ന ₹18. അങ്ങനെ അതുകൊണ്ട് ഞാൻ ഡൽഹിയിൽ പോയി ആവശ്യമായ കാര്യങ്ങൾ ആലോചിച്ച് ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ഡൽഹിയിൽ പോയി ആലോചിച്ച് ഒരു കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കി. ആ കമ്മിറ്റി ചർച്ച ചെയ്തിട്ട് 1000 കൊടുക്കാൻ തീരുമാനിച്ചു. പക്ഷേ 1000 കൊടുക്കാൻ തയ്യാറായില്ല, പല കാരണങ്ങൾ പറഞ്ഞ് ഇല്ലാണ്ടേക്കും. എനിക്ക് ₹872 കിട്ടുന്നു, ഇയാൾക്ക് ഏതാണ്ട് അതിനനുസരിച്ച് കിട്ടുന്നു, ഇവിടെ ഇരിക്കുന്നവർക്കൊക്കെ ഏതാണ്ട് അങ്ങനെയാണ് കിട്ടുന്നു. അപ്പോൾ ₹1000 പറഞ്ഞിട്ടും തരുന്നില്ല. യഥാർത്ഥത്തിൽ 1971 ഫാമിലി പെൻഷൻ എന്ന് പറയുന്ന ഒരു ഏർപ്പാട് 1971 അത് ഈ പറഞ്ഞ പ്രൊവിഡൻറ്റ് ഫണ്ടിലുള്ള ആളുകൾക്ക് അവരെ കുടുംബത്തിൽ ജോലിയെടുക്കുമ്പോൾ സർവീസിലിരിക്കെ പണിയെടുത്തുകൊണ്ടിരിക്കെ മരണപ്പെട്ടാൽ ആ കുടുംബങ്ങൾക്കൊരു സഹായം, ഒരു ഇൻഷുറൻസ്, അതാണ് ഫാമിലി പെൻഷൻ. അതിന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വിഹിതം 1.16%, ജീവനക്കാരുടെ വിഹിതം 2.25%, മാനേജ്മെൻറ്റ് വിഹിതം 2.25%. ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ് അന്ന് ഈ ഫാമിലി പെൻഷൻ ആരംഭിച്ചത്. 1949 മുതൽ ഇന്ത്യയിലെ ട്രേഡ് യൂണിയനുകൾ, എല്ലാ യൂണിയനും രാഷ്ട്രീയത്തിലുപരിയായിട്ട് എല്ലാവരും ആവശ്യപ്പെട്ടു 3ാമത് റിട്ടയർമെൻറ്റ് ആനുകൂല്യം വേണം പെൻഷൻ എന്നാവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പെൻഷൻ മാറ്റി പ്രൊവിഡൻറ്റ് പെൻഷൻ 1995 നവംബർ മാസം 16 ആരംഭിക്കും. അങ്ങനെ ആരംഭിച്ച പെൻഷൻ അന്ന് ₹500 മിനിമം പെൻഷൻ. അതിൻ്റെ ഉദ്ഘാടനത്തിൽ പങ്കെടുത്ത ഒരാളാണ് ഞാൻ. അത് ജില്ലാ ആടിൻ്റെ അടിസ്ഥാനത്തിലല്ല, എല്ലാ ജില്ലകളിലും പ്രൊവിഡൻറ്റ് ഓഫീസിൽ അന്ന് 3 ചെക്ക് കൊടുത്തു. കോഴിക്കോട് 3 ചെക്ക് കൊടുത്തതിൽ ഒരു ചെക്ക് KTCയിലെ ഒരു ജീവനക്കാരനാണ് പിരിഞ്ഞ്. ഞാനാണ് ₹500 ചെക്ക് അയച്ചു കൊടുത്തത്. അന്ന് ഞാൻ ട്രേഡ് യൂണിയൻ പ്രവർത്തനം ജില്ലാ തലത്തിൽ പ്രവർത്തനം. ആ ₹500 പിന്നെ ₹1. അതാണ് നേരത്തെ പറഞ്ഞില്ലേ, ₹1 കിട്ടുന്നവരുണ്ടെന്ന് പറഞ്ഞ് ഇന്ത്യയിൽ ഒരുപോലെ ഉണ്ടായിരുന്നു. അതിനെതിരായിട്ടുള്ള പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി നമ്മുടെ സംഘടന മുൻകൈ എടുത്തിട്ടാണ് ഇങ്ങനെ പ്രശ്നം എടുത്തത്. അതുപോലെ കമ്മ്യൂട്ടേഷൻ, അതായത് തൊഴിലാളികൾക്ക് കമ്മ്യൂട്ടേഷൻ ഉണ്ടായിരുന്നു. ആ കമ്മ്യൂട്ടേഷനും അവസാനം എപ്പോഴില്ല അതൊക്കെ നിർത്തലാക്കി. പക്ഷേ ആ കമ്മ്യൂട്ട് ചെയ്തത് 100 മാസത്തേക്കാണ്. ശമ്പളത്തിന് 1/3 പിടിച്ചെടുത്ത് 100 മാസം കഴിഞ്ഞാൽ പലിശ സഹിതം തിരിച്ചു കൊടുക്കണം. ആ കമ്മ്യൂട്ടേഷനും 100 മാസം കഴിഞ്ഞാലും കൊടുക്കേണ്ടി. അങ്ങനെ പ്രക്ഷോഭം നടത്തി കേസൊക്കെ നടത്തിയതിനു ശേഷം നമ്മുടെ സംഘടന കേരള ഹൈക്കോടതി കേസ് കൊടുത്ത് കോടതിയിൽ നിന്ന് വിധിയായി അത് അടിയന്തരം കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ കൊടുക്കണമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ 180 മാസം, 100 മാസത്തേക്ക് പിടിച്ചത് 180 മാസം കഴിഞ്ഞ ശേഷം ഇപ്പോൾ തിരിച്ചു കൊടുത്തുകൊണ്ടിരിക്കുക. അതിലും പല പ്രശ്നങ്ങളും. അപ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം എങ്ങനെ ജീവിക്കും? ₹872 കിട്ടിയിട്ട് ഒരാൾ, അതിലും താഴെ കിട്ടുന്നവരുണ്ട്, 400, 500 കിട്ടുന്നവരുണ്ട്. ഈ ജീവിതകാലം 10, 38, 40 വർഷം ഒരു ഫാക്ടറിയിൽ, ഉൽപ്പാദന മേഖലയിൽ, അതുപോലെ അതിൻ്റെമായി ബന്ധപ്പെട്ട ഓഫീസിൽ പ്രവർത്തിക്കുന്ന ഒരാൾ പിരിഞ്ഞു കഴിഞ്ഞാൽ എന്താ സ്ഥിതി? ഇപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കിട്ടുന്നു, അധ്യാപകന്മാർക്ക് ശമ്പളമില്ല, പെൻഷനില്ല, ആർക്കാശം പെൻഷനില്ലാത്ത. പക്ഷേ നമ്മൾ അങ്ങോട്ട് ഇങ്ങനെ കൊടുത്തിട്ട് പോലും
അപ്പോൾ കേരളം ഗവൺമെൻറ് 1600 രൂപ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നു. EPF പെൻഷൻകാർക്ക് 4000 രൂപ ശമ്പളം പെൻഷനല്ലേ, ഒരു മാസത്തിൽ 4000 രൂപ ശമ്പളം വരെ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് ഒരു പൈസ അങ്ങോട്ട് കൊടുക്കാതെ 1600 രൂപ കേരള ഗവൺമെൻറ് ഈ ക്ഷേമനിധി പെൻഷൻ കൊടുക്കുന്നുണ്ട്. എല്ലാവരും വാങ്ങുന്നുണ്ട്, മനസ്സിലായില്ലേ? ഇവിടെ മാവൂർ എത്രയോ ആളുകൾ വാങ്ങുന്നുണ്ട്. ഒരു പൈസയും കൊടുക്കാണ്ട് 1600 കൊടുക്കുക. എന്നാൽ പൈസ ഇവിടെ പറഞ്ഞല്ലോ, അങ്ങോട്ട് കൊടുക്കുന്ന പൈസേൻ്റെ ഇങ്ങനെ കൊടുക്കുന്ന പൈസേൻ്റെ 27.84% ഒരു വർഷം അവർ കിട്ടുന്ന ആകെ പലിശയിൽ നിന്ന് കിട്ടുന്ന തുകയുടെ 27.84% ഒരു വർഷക്കാലം ഒരു പെൻഷനായിട്ട് ആകെ കൊടുക്കുന്നത്. അപ്പോൾ പെൻഷനിൽ നിന്നും അവർ ലാഭം ഉണ്ടാക്കുകയാണ്. ഇതാണോ ശരി? അപ്പോൾ ഇതിനെതിരായി പ്രക്ഷോഭം നടത്തി. കഴിഞ്ഞ ഓണത്തിന് ഞാനൊരു മലയാളി ഒക്കെ ഓണം ആഘോഷിക്കുന്ന ഒരാളാണ്. എനിക്ക് ഓണം ആഘോഷിക്കാൻ കഴിഞ്ഞില്ല. കാര്യം അന്നാണ് ഡൽഹിയിൽ പാർലമെൻറ്റ് മെമ്പർമാരുടെ ഒരു കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റിൻ്റെ മീറ്റിംഗ് വിളിച്ചാൽ ഞങ്ങൾ പറഞ്ഞു ഓണാണ് സാർ ഓണം കേരളത്തിൽ അവിടെ ഓണം ഇല്ലെന്ന്. അങ്ങനെ അത് പോയി ഓണം ആഘോഷിക്കാണ്ട് പോയി, മനസ്സിലായി? എംപിമാർക്ക് നിവേദനം കൊടുത്തു. 40 എംപിമാരായി യൂത്ത് പങ്കെടുത്തു. ഒരു സബ്ജക്റ്റ് കമ്മിറ്റിയാണ്. അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കത്ത് എഴുതി കൊടുത്തൊക്കെ അവർക്കും കൊടുത്തിട്ടുണ്ട്. പെൻഷൻ്റെ കാര്യം ഗ്രാമീണ ബാങ്ക് ഉൾപ്പെടെ സഹകരണ രംഗത്ത് എല്ലാവർക്കും ഉണ്ട്. അത് പിന്നെ മറ്റു പെൻഷൻ ഉണ്ട് മാത്രമേ ഉള്ളൂ. അധ്യാപകർക്കുണ്ട്, എത്ര ആളുകൾക്കുണ്ട് പെൻഷനുള്ളവരുണ്ട്. എയ്ഡഡ് സ്കൂളിൽ അപ്പോൾ അധ്യാപകരുള്ളവരുണ്ട്, ബാങ്ക് ജീവനക്കാരുണ്ട്. കൂടുതൽ തൊഴിലാളികളുടെ സ്ഥാപനത്തിൽ പ്രവർത്തനം ഉണ്ടാവും. ആ തൊഴിലാളികൾക്കാണ് പെൻഷൻ. 20 തൊഴിലാളികൾ പണിയെടുക്കുന്ന ഒരു സ്ഥാപനത്തിൽ 20 തൊഴിലാളികൾ പണിയെടുക്കുന്ന സ്ഥാപനത്തിൽ പെൻഷൻ നിയമപ്രകാരം നടപ്പിലാക്കണമെന്നാണ്. അപ്പോൾ ആ രീതിയിൽ പെൻഷൻ്റെ കാര്യത്തിൽ ഇത് മാത്രമല്ല, ഗൗരവമായ പ്രശ്നമാണ്. ഇങ്ങനെ വെച്ചു ഈ അന്ന് ഞാൻ പറഞ്ഞു 71 ആരംഭിച്ച ഫാമിലി പെൻഷൻ അന്ന് 1.16% എന്ന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വിഹിതം 971 1.16%. 2004 കേന്ദ്ര വിഹിതം 1.14. എവിടെയെങ്കിലും ഉണ്ടോ? പാർലമെൻറ്റിൽ NK പ്രേമചന്ദ്രൻ ഒരു ബില്ല് അവതരിപ്പിച്ചു, സ്വകാര്യ ബില്ല്. ആ ബില്ലിൻ്റെ ചർച്ചയിൽ കാശ്മീർ മുതൽ കേരളം വരെയുള്ള നിരവധി എംപിമാർ ആ പാർലമെൻറ്റിൽ സംസാരിച്ചു. ഞാൻ നേരിട്ട് കണ്ടതാണ്. അതിലൊക്കെ എല്ലാ എംപിമാരും പറഞ്ഞു 3000 രൂപ മിനിമം കൊടുക്കണം. പാർലമെൻറ്റ് ചർച്ച ചെയ്ത് ആ തീരുമാനം ഉണ്ടാക്കിയതിന് ശേഷമാണ് പിന്നെ ഹൈ എംപ്ലോയ്ഡ് കമ്മിറ്റി വെച്ച് 2000 ആക്കുന്നത്. എന്നിട്ട് ആ 2000 തന്നു. ആ 2000 തന്നില്ല. അത് അത്രയും നീചമായിട്ടുള്ളൊരു സമീപനമാണ് ഈ ഗവൺമെൻറ് സ്വീകരിക്കുന്നത്. സ്വഭാവം മാറ്റും. അല്ല, ഇന്നിപ്പോൾ നമ്മൾ ഒറ്റക്കല്ല, അഖിലേന്ത്യാ തലത്തിൽ പിന്നെ മഹാരാഷ്ട്രക്കാരാണ് ദിഗെ എന്ന് പറഞ്ഞ ആളാണ് അതിൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറി, പ്രസിഡന്റ് ധർമ്മേനാണ്. മറ്റ് എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ട്. ഇപ്പോൾ നടക്കുന്നത് എല്ലാ എംപിമാർക്കും, കേരളത്തിലെ എംപിമാർക്കൊക്കെ ഇംഗ്ലീഷ് കൊടുത്തു, തമിഴ്നാട്ടിലെ ആളുകൾക്ക് ഇംഗ്ലീഷ് കൊടുത്തു, മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ ഹിന്ദിയാക്കി ഈ നിവേദനം അവർക്ക് കൈമാറിക്കഴിഞ്ഞു. അവിടെ ഇപ്പം തെലങ്കാനക്കാർ രാഹുൽ ഗാന്ധിക്കും പിന്നെ കോൺഗ്രസ് പ്രസിഡൻറ്റിനും ഉൾപ്പെടെയുള്ള ആളുകൾക്കൊക്കെ തെലങ്കാനക്കാർ കൊടുത്തു കഴിഞ്ഞു. അങ്ങനെ വിവിധ സംസ്ഥാനങ്ങളിൽ ഈ ഒരു മൂവ്മെൻറ്റ് നടക്കുന്നത്. ആ മൂവ്മെൻറ്റിന് ശേഷം പിന്നെ അഖിലേന്ത്യാ കമ്മിറ്റി കൂടി വിലയിരുത്തി അതിൻ്റെ ഇടയ്ക്കാണ് ഈ ശ്രദ്ധ ക്ഷണിക്കാൻ വേണ്ടിയാണ് ഈ പാർലമെൻറ്റിൽ തന്നെ 3 ദിവസം സമരം നടത്തുന്നത്. ആ സമരത്തിന് ശേഷം വീണ്ടും നമ്മൾ പിന്നെ കൂടിയിട്ട് എന്താണ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മൾ ആസൂത്രണം ചെയ്ത് പോകും. അതിൻ്റെ മുന്നെയാണ് നമ്മൾ സംസ്ഥാന സമ്മേളനം ചേർന്ന് ആ സംസ്ഥാന സമ്മേളനത്തിലും കാര്യങ്ങൾ ചർച്ചയ്ക്ക് വിധേയമാകും. സാധാരണ നമ്മൾ ഈ പെൻഷൻ വർദ്ധിപ്പിക്കണം എന്ന് പറയുമ്പോൾ കേൾക്കുന്നവർ ധരിക്കുന്നതാന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിനോട് എന്തോ സഹായം ആവശ്യപ്പെടുകയാണ്, ഇത് എവിടുന്ന കാശ് കിട്ടാന്നാണ് പലരും ചിന്തിക്കുന്നുണ്ട്. എന്നാൽ നിങ്ങളൊരു സ്ഥാപനത്തിലെ ആളുകളാണ് നിങ്ങൾ ധരിച്ചോ, ആ സ്ഥാപനത്തിൽ നിങ്ങൾ കേസ് കൊടുത്താൽ നിങ്ങൾക്ക് കിട്ടും. ആ സ്ഥാപനത്തിൽ ഇയാൾ ജോലി ചെയ്യാണ്, ഇയാൾ കേസ് കൊടുത്തില്ല ഇയാൾക്ക് കിട്ടൂല. നിങ്ങളതും ഇയാളുടെ ഒരേ ശമ്പളമാണ്, ഒരേ വരുമാനമാണ്, ഒരേ സർവീസാണ്, പക്ഷേ ഇയാൾക്ക് കൊടുക്കൂല. ഇന്ത്യയിൽ ആകെ പദം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇത്രയും വിവേചനപരമായ സമീപനം വേറൊരു പെൻഷൻകാരോട് എടുക്കുന്നില്ല. അർഹതപ്പെട്ടവൻ എത്രയാണോ അത് അവനങ്ങോട്ട് കൊടുത്തേക്കുക. നിങ്ങൾ കേസ് കൊടുത്താൽ നിങ്ങൾക്ക് തരും, നിങ്ങൾ കേസ് കൊടുത്താൽ നിങ്ങൾക്ക് തരും. അവിടെയുള്ള 4 ആളിനോ കേസ് കൊടുത്തില്ല ഓന് കൊടുക്കില്ല. ഇതാണ് ഗവൺമെൻറ് സമീപനം. ഈ സമീപനം മാറ്റണം, തുടർച്ചയായിട്ട് നമ്മൾ ആവശ്യപ്പെടുക. അതാണ് നമ്മൾ എംപിമാർക്ക് കത്ത് കൊടുത്തു പറഞ്ഞാൽ
പിന്നെ രാഷ്ട്രീയ പാർട്ടികളും ഇതിൽ സജീവമായിട്ട് ഇടപെടുന്നുണ്ട്. ഈ 10 ട്രേഡ് യൂണിയനും BMS-ഉം ഒക്കെ രാജ്യത്ത് ഉള്ള ട്രേഡ് യൂണിയനുകൾ. പക്ഷേ ഇതിന് എതിരായി ഒരക്ഷരം പ്രതികരിച്ചില്ല എന്ന് ഞങ്ങൾക്ക് വലിയ വിമർശനമുണ്ട് എന്ന് ദുഃഖമുണ്ട്. വെച്ചാൽ ഇന്നിപ്പോൾ തൊഴിലാളി ആയ ആളാണ് നാളെ പെൻഷൻകാരനാകുന്നത്. ഞങ്ങൾ ഈ രംഗത്ത് വന്നപ്പോഴാണ് ഇതിന്റെ നിയമം ഞങ്ങൾ ഈ രംഗത്ത് വന്നപ്പോൾ അതിന്റെ നിയമവും വശങ്ങളും ഒക്കെ മനസ്സിലായി. പക്ഷേ ഇന്നും ഇതിന്റെ നിയമങ്ങളെ സംബന്ധിച്ച് പൂർണ്ണമായിട്ടും അറിവില്ലാത്ത ട്രേഡ് യൂണിയൻ നേതാക്കന്മാർ. അത് കാനങ്ങോട് അതിന് പല ആളുകളുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ കാനങ്ങോട് കാര്യങ്ങളും ബോധ്യപ്പെട്ടു. അതിൻ്റെ രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ജില്ലയിലെ ഒരു യൂണിയന് 10 ആൾക്ക് ഒരാൾ എന്നുള്ള രീതിയിലാണ് മെമ്പർ. 100 മെമ്പർ ഉണ്ടെങ്കിൽ 10 ആളെ പങ്കെടുക്കാൻ കഴിയും. അങ്ങനെയാണ് നമ്മളെ ഭരണഘടനയിൽ വെച്ചത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഹാളിലും ഒരു 10-100 ആളുകൾ ഉണ്ടാവുള്ളൂ. ആ 100 ആളുകൾ ചർച്ച പ്രസക്തമായി നടക്കും എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ പ്രധാന. പിന്നെ അതിലിപ്പം ഞങ്ങൾ സ്വാസംഘം കൺവീനർ വിജയനാണ് സ്വാഗതം പറയുന്നത്. അധ്യക്ഷൻ കാനങ്ങോടാണ്. INTUCയുടെ ജില്ലാ പ്രസിഡൻ്റാണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത്. ഉദ്ഘാടന ശേഷവും ആശംസകൾ അറിയിക്കുന്ന INTUC, CITU, AITUC, BMS തുടങ്ങിയ ആളുകളും നമ്മളെ സംഘടനയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ്, സംസ്ഥാന പ്രസിഡന്റ്, സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ MP പത്മനാഭൻ, SQവിൻ്റെ ഓയ ജില്ലാ പ്രസിഡൻ്റാണ്, BMSൻ്റെ P ചന്ദ്രൻ, സംസ്ഥാന ട്രഷറർ C പ്രഭാകരൻ തുടങ്ങി. അതിനുശേഷം പിന്നെ റിപ്പോർട്ടിൻ്റെ ചർച്ച, പതാക ഉയർത്തൽ, അനുശോചനം ഒക്കെ അതിൻ്റെ ഭാഗമായിട്ട് നടക്കും. ഈ ഞായറാഴ്ച ഈ പത്രക്കാരെല്ലാവരും അവിടെ വരണം, ഉണ്ടാവണം. റിപ്പോർട്ട് Golden Diamonds, മാവൂർ, പൂവാട്ടുപറമ്പ്. കൂടുതൽ വാർത്തകൾ ലഭിക്കാൻ സ്പോർട് മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാട്സാപ്പിൽ ലഭിക്കാൻ സ്പോർട് മീഡിയ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക.